ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട് ന്യൂ ഇയർ ആകുമ്പോഴത്തേനും ഒന്ന് റീസെറ്റ് ആക്കുക എന്നുള്ളതാണ്. ഒത്തിരി പ്രഷറൈസ്ഡ് ഒന്നും ആവാതെ എന്നാൽ നമുക്കൊരു ചെറിയൊരു റീസെറ്റ് കൊണ്ടുവരാൻ നമുക്ക് ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഓർഗനൈസിങ് 7 ഡേ അല്ലല്ലോ, 15 ഡേ ചാലഞ്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് ബാഗ്സും പിന്നെ എൻട്രി വേ ക്ലിയർ ചെയ്യാനായിരുന്നു. അത് ഇതുപോലെ ബേസിക്കായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തു പോവാം, നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും, ചെറുതായിട്ട് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമുക്കൊരു ന്യൂ ഇയർ ഹോം റീസെറ്റ് വീഡിയോ ആണ് കേട്ടോ. സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ തന്നെ ഒന്ന് വിചാരിക്കുക, എങ്ങനെയാണ് നമ്മുടെ വീട് നമുക്ക് ഫീൽ ചെയ്യേണ്ടതെന്ന് ഒന്ന് നോക്കുക. ക്ലീൻ ചെയ്യുന്നതിനും ഓർഗനൈസ് ചെയ്യുന്നതിനൊക്കെ മുന്നേ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ടൊന്ന് ആലോചിക്കുക എങ്ങനെ ഇരിക്കണം നമ്മുടെ വീട് നെക്സ്റ്റ് ഇയർ. അതൊന്ന് ഇമാജിൻ ചെയ്യുക. എങ്ങനെ കാണണം എന്നുള്ളതല്ല, നമുക്കെങ്ങനെ അത് ഫീൽ ചെയ്യണം, ഇമോഷണലി നമ്മളെ അതെങ്ങനെ സപ്പോർട്ട് ചെയ്യണം. നമുക്കൊന്ന് കാമായിട്ടിരിക്കണോ, ലൈറ്റായിട്ടിരിക്കണോ, വെൽക്കമിങ് ആയിട്ടിരിക്കണോ, അല്ലെങ്കിൽ സ്ട്രെസ്സ് കുറയണോ. അപ്പോൾ ആ ഒരു ഫീലിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ, ഇങ്ങനെ പെർഫെക്ഷൻ നോക്കാതെ ആ ഒരു ഫീലിങ്ങിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആക്ഷൻസ് കൂടുതൽ ജെൻറ്റിലാക്കാനും കുറച്ചും കൂടി ഇൻറ്റൻഷനലായിട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു പീസ്ഫുൾ ഹോം എന്ന് പറയുന്നത് സ്പോട്ട്ലെസ് ആയിട്ടുള്ള ഫ്ലോറുകളും അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് മാച്ച് ചെയ്ത് വെക്കുക, അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ മൈൻഡിന് ഒരു ക്ലിയർ ആകുമ്പോഴത്തേനും നമുക്ക് ഒരു ഒത്തിരി പ്രഷറോ അല്ലെങ്കിൽ ടെൻഷനോ കമ്പാരിസണോ ഒക്കെ ആയിട്ട് നമുക്ക് വീട് റീസെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ അടുത്തൊരു കാര്യം, അതായത് സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എല്ലാം ഒരുമിച്ച് ചെയ്യാനുള്ള ആ ഒരു പ്രഷറ് മാറ്റാം. അപ്പം ന്യൂ ഇയർ എന്ന് പറയുമ്പോഴത്തേനും എല്ലാം പുതിയതായിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇരിക്കണം എന്നുള്ള ഒരു ഫീലായിരിക്കും അല്ലേ. ജാനുവരി 1 ആകുമ്പോൾ എല്ലാം നല്ല സൂപ്പറായിട്ട്, ആ ഒരു മൈൻഡ് സെറ്റ് വേണ്ട. കാരണം നമുക്ക് പിന്നെ അത് സ്ട്രെസ്സാവും, നമ്മളത് ചെയ്തില്ലല്ലോ, ഇന്നിത് ചെയ്തില്ലല്ലോ, ദിവസം കുറയുവാണല്ലോ. അപ്പോൾ അത് നമുക്കൊരു മൈൻഡിനൊരു ടയറിങ് വരും. അപ്പോൾ നമ്മുടെ വീട് ഇങ്ങനെ ആയത് ഇന്നലെ വരെ ക്ലീനായിട്ട് ഇരുന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് ആയതല്ല. അപ്പോൾ അത് റീസെറ്റ് ചെയ്യാനും അതിൻ്റേതായിട്ടുള്ള സമയം നമ്മൾ കൊടുക്കുക. പതിയെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ഒരു പെർമിഷൻ കൊടുക്കുക. ഒരു ഡ്രോയർ, ഒരു ഷെൽഫ് അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് മാറ്റിയെടുക്കാൻ നോക്കുക. സ്ലോ പ്രോഗ്രസ് ആണെങ്കിലും അത് പ്രോഗ്രസ് തന്നെയാണ്. അപ്പം നമ്മുടെ റീസെറ്റിൽ പെട്ടെന്ന് ധൃതി നമ്മൾ മാറ്റുമ്പോഴത്തേനും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വീട് പീസ്ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ എന്നും കാണുന്ന ഏരിയാസ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഉള്ളിൽ കബേർഡ്സിൻ്റെ ഉള്ളും സ്റ്റോറേജ് ഏരിയാസൊക്കെ നോക്കുന്നതിന് മുന്നേ നമ്മൾ പെട്ടെന്ന് കാണുന്ന സ്ഥലങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. കിച്ചൺ കൗണ്ടേഴ്സ്, ഡൈനിങ് ടേബിൾ, ലിവിങ് റൂമിൻ്റെ ഒക്കെ ഒരു കൗണ്ടേഴ്സ് ഉണ്ടാവില്ലേ, അത്, പിന്നെ എൻട്രി വേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് ഈ ഒരു പ്ലേസസ് ആയിരിക്കും നമ്മുടെ മൂഡ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആകുന്നത്. അവിടെ മെസ്സിയായിട്ട് കിടന്നാൽ നമുക്ക് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി കാണുന്ന ഏരിയാസ് ഒന്ന് ക്ലിയർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് കുറച്ച് ലൈറ്റ് ആവാനും, ഈവൺ ഇഫ് നമ്മുടെ കബോർഡിൻ്റെ ഉള്ളൊക്കെ മെസ്സി ആണെങ്കിലും, അപ്പോൾ ആദ്യമേ അത് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇമോഷണൽ റിലീഫ് കിട്ടും. പെട്ടെന്ന് വീടൊന്ന് നോക്കുമ്പോൾ ഒന്ന് സാറ്റിസ്ഫൈങ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ് ആവുന്നതിനേക്കാളും നമുക്കൊരു കാംനെസ് കിട്ടുന്നതാണ് നമുക്ക് ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് നല്ലത്. പിന്നെ ഓർഗനൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. മിക്ക വീടുകളും മെസ്സി ആയിട്ട് തോന്നുന്നത് അവർ ഡിസോർഗനൈസ്ഡ് ആയതുകൊണ്ടല്ല, ബിക്കോസ് അവർക്ക് കുറേ ഐറ്റംസ് ഉണ്ടാവും. അവരതിനെയാണ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ പുതിയ സ്റ്റോറേജ് ബോക്സോ അല്ലെങ്കിൽ ഷെൽഫ് അറേഞ്ച് ചെയ്യണതിന് മുന്നേ നമുക്കുള്ളതിനെ മാക്സിമം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക, നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണ് എന്ന് ചോദിച്ചിട്ട് നമ്മളത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ സാധനങ്ങൾ കുറയുമ്പോൾ നമുക്ക് ക്ലീനിങ് കുറയണു, അറേഞ്ചിങ് കുറയുന്നു, അതുപോലെ മെൻ്റൽ സ്ട്രെസ്സും കുറയും. അപ്പോൾ ഡീക്ലട്ടറിങ് എന്ന് പറയുന്നത് ഒരു വലിയ ചടങ്ങായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. 1, 2, 3 അൺയൂസ്ഡ് ഐറ്റംസ് മാറ്റുന്നത് തന്നെ നമുക്കൊരു ബെറ്റർ ഇത് കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ കൂടുതലും സാധനങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സിമ്പിൾ ഡെയിലി റീസെറ്റിംഗ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു കാം ഹോം എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഡെയിലി ആക്ഷനിൽ കൂടെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വല്ലപ്പോഴും ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതല്ല. അപ്പോൾ ഡൈനിങ് ടേബിൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ക്ലീൻ ചെയ്യുക, പാത്രങ്ങൾ ഉടനെ കഴുകി വയ്ക്കുക, പാത്രങ്ങളിൽ അതിൻ്റെ പ്ലേസിൽ തിരിച്ചെടുത്ത് വയ്ക്കുക. ഇതൊക്കെ കുറച്ച് സമയം എടുക്കുകയുള്ളൂ, പക്ഷേ അതൊരു ഹാബിറ്റ് ആകുമ്പോഴാണ് നമുക്കതൊരു ടാസ്ക്കായിട്ട് തോന്നാത്തത്. അപ്പോൾ ഒത്തിരി മെസ്സ് ഉണ്ടാവാതിരിക്കും. പിന്നെ ഒരുപാട് ലോങ് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ആ ഒരു കാര്യവും നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഡെയിലി റീസെറ്റ് നമ്മുടെ ഒരു റുട്ടീൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ നമ്മുടെ വീട് തന്നെ നാച്ചുറലി അതൊരു നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ. ഇപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻറ്റൻസിറ്റീനേക്കാളും. അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീടുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക. ഇൻസ്റ്റഗ്രാം, പിൻട്രസ്റ്റിലൊക്കെ ഒരു പെർഫെക്റ്റ് ഹോംസ് നമ്മളെ കാണിക്കുമെന്നല്ലേ, അതൊരു റിയൽ ലൈഫിൻ്റെ റിഫ്ലക്ഷനൊന്നുമല്ല. അവരവരുടെ ഉള്ളിൽ ഇരിക്കുന്ന ലോണ്ട്രി പൈൽസോ അല്ലെങ്കിൽ സ്കൂൾ ബാഗ് വലിച്ചെറിഞ്ഞേക്കുന്നതോ അല്ലെങ്കിൽ ഈവനിങ്സ് അവർ ടയേർഡ് ആവുന്നതോ ബിസി മോർണിംഗ്സോ ഇതൊന്നും അവർ കാണിക്കില്ല. അവരെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ടൊന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷമായിരിക്കും ഈ വീട് കാണിക്കുന്നത്. അപ്പോൾ ആ ഇമേജും നമ്മളുടെ വീടും തമ്മിൽ അൺനെസസറി ആയിട്ട് കമ്പയർ ചെയ്ത് വെറുതെ നമ്മുടെ സമാധാനം കളയേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലീനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം, അല്ലാതെ മറ്റ് സ്ട്രേഞ്ചേഴ്സിനെ ഇമ്പ്രസ് ചെയ്യാനുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ കമ്പാരിസൺ മാറ്റി വെച്ചിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മുടെ ലൈഫ് സ്റ്റൈലിന് മാച്ച് ചെയ്യുന്നൊരു വീടാണെന്നുണ്ടെങ്കിൽ ഒരു പിക്ചർ പെർഫെക്റ്റ് ഹോമിനേക്കാളും ഏറ്റവും നല്ലത് അത് തന്നെയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എവ്രിഡേ ഐറ്റംസിന് നമ്മളൊരു പ്ലേസ് വയ്ക്കുക. അപ്പോൾ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഐറ്റംസിന് ഒരു പ്രോപ്പർ ഹോം ഇല്ലെങ്കിൽ അത് നല്ല ക്ലട്ടേർഡ് ആവും. അപ്പോൾ സിമ്പിളായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നമ്മുടെ പ്ലേസസിൽ കീകൾ, ബാഗുകൾ, റിമോട്ടുകൾ, വാട്ടർ ബോട്ടിൽ, പിന്നെ സ്കൂളിൻ്റെ ഐറ്റംസ്, ഇങ്ങനെയെല്ലാം അതിൻ്റെ കറക്റ്റ് പ്ലേസിലോട്ട് തന്നെ തിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അത് നല്ല ഈസി ആയിരിക്കും, ഫാമിലി മെമ്പേഴ്സിനും എളുപ്പമായിരിക്കും. അപ്പം നല്ല ക്ലിയർ സിസ്റ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു സമാധാനമാണ്. കാരണം സ്ലോലി കുട്ടികളും വീട്ടിലുള്ള എല്ലാവരും അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പം ലോങ് ടേമിൽ നമുക്ക് സമാധാനം കിട്ടാൻ ഇത് ചെയ്യുക. നമ്മുടെ വീട് ഒരിക്കലും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നോക്കാതെ അതിനെ കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കൂടുതൽ ക്ലീനിങ് ചെയ്യുക എന്ന് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാക്കാം. അപ്പോൾ ക്ലീനിങ് സപ്ലൈസ് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഓരോ ഐറ്റംസും അത് ബിലോങ് ചെയ്യുന്ന സ്ഥലത്തിന് അടുത്ത് തന്നെ വയ്ക്കുക. പിന്നെ കൂടുതൽ ടാസ്കുകൾ ആഡ് ചെയ്യുന്നതിന് പകരം റുട്ടീൻസ് സിംപ്ലിഫൈ ചെയ്യാം. അധികം മെയിൻ്റനൻസ് ആവശ്യമില്ലാത്തൊരു വീടാണ് നമ്മൾ ടയേർഡ് ഡേയ്സിലും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു വീട് ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മുടെ എനർജി ലെവൽസിനെ അലൈൻഡ് അല്ലെങ്കിൽ നമുക്ക് നല്ല പണിയായിരിക്കും. ഇനി അടുത്തൊരു കാര്യം, നമുക്കൊരു സമാധാനം കിട്ടുന്ന ഒരു സ്ഥലം, ഒരു റൂം വേണം നമുക്ക്. ഒരു വീടിൻ്റെ ഒരു കോർണറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം നമുക്കൊന്ന് കാമായിട്ടിരിക്കാൻ പറ്റണം. അത് ബെഡ്റൂമോ പ്രയർ ഏരിയയോ കിച്ചൺ കൗണ്ടറോ എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാമിങ് ആയിട്ടുള്ള സാധനങ്ങൾ, അത് നമ്മുടെ വീട് ഒത്തിരി അടിപൊളിയാക്കണം അങ്ങനെയൊന്നുമില്ല, ഒരു ചെറിയ കാം സ്പേസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഒത്തിരി സ്ട്രെസ്സ് വരുമ്പോൾ നമുക്കൊന്ന് അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം. ചിലപ്പോൾ നമ്മുടെ ബെഡ്റൂമിൻ്റെ ഒരു സൈഡായിരിക്കാം. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മുടെ ടേബിളൊക്കെ വെച്ചിട്ട്, സൈഡ് ടേബിളൊക്കെ വെച്ച് അതിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് അതായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്ലേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് മെസ്സ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒന്ന് റീസെറ്റായി എന്ന് വെച്ചിട്ട് നമ്മുടെ വീട് എന്നും അങ്ങനെ ഇരിക്കണം എന്നൊന്നുമില്ല. ജീവിതം ഓരോ തിക്കും തിരക്കുമൊക്കെ വരുമ്പോൾ നമ്മൾ മെസ്സ് ഉണ്ടാവും അല്ലേ. കുക്കിംഗ്, കുട്ടികൾ, ഗസ്റ്റ്, നമുക്ക് ക്ഷീണമുള്ള ദിവസം, ഇത് അങ്ങനെ ആയി എന്ന് വെച്ചിട്ട് നമ്മൾ അയ്യോ വീണ്ടും പഴയ പോലെ തന്നെ ആവുന്നു അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കങ്ങനെ മെസ്സ് ഉണ്ടാവുമെന്ന് വിചാരിക്കുക, അതൊരു ടെമ്പററി കാര്യമാണ്. മെസ്സ് വരുമ്പോൾ നമ്മൾ വീണ്ടും റീസെറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. പീസ്ഫുൾ ഹോംസ് എന്ന് പറഞ്ഞാൽ മെസ് ഫ്രീ ആണെന്നൊന്നും വിചാരിക്കരുത്. അവർ സമാധാനമായിട്ട് ആ മെസ്സിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് മാത്രം ചിന്തിക്കുക.
പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് നോക്കുക. നമ്മൾ ടയർഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സമാധാനമുള്ളൊരു വീട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. റെസ്റ്റ് എന്ന് പറയുന്നത് മടിയല്ല, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും നാച്ചുറലി നമുക്ക് വീട് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബ്രേക്സ് ഉണ്ടാക്കുക, അതുപോലെ മോർണിംഗ്സ് സ്ലോ ആക്കുക, പിന്നെ ഒരു വിഷമം കൂടാതെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു കാം ഹോം മേക്കറിനാണ് ഒരു കാം ഹോം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരു റിവാർഡായിട്ടൊന്നും റെസ്റ്റിനെ എടുക്കരുത്, അതൊരു എക്സ്ട്രാ ടാസ്ക്കായിട്ട് തന്നെ എടുക്കുക. ഓക്കെ, അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പെർഫെക്ഷനുപരി പീസിന് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ഹോം റീസെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പോട്ട്ലെസ് ഹോം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല, ഒരു പീസ്ഫുൾ ഹോം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ചില ദിവസം അത് നല്ല നീറ്റായിരിക്കും, ചില ദിവസം ഉണ്ടാവില്ല. അതൊരു നോർമലായിട്ട് കണക്കാക്കുക. നമ്മൾ പെർഫെക്ഷൻ്റെ പുറകെ ഓടുന്നില്ലെങ്കിൽ നമ്മുടെ വീട് എന്ന് പറയുന്നത് നമുക്ക് സമാധാനമുള്ളൊരു സ്ഥലമായിരിക്കും, ഒത്തിരി പ്രഷറൈസ് ചെയ്യുന്ന ഒരു സ്ഥലമാവില്ല. നമ്മുടെ വീട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിട്ടിരിക്കട്ടെ, അല്ലാതെ നമ്മളെ കൺട്രോൾ ചെയ്യാനല്ല. സോ ഈ വർഷം ഒന്ന് കുറച്ച് സമാധാനമായിട്ടിരിക്കാനും കൈൻഡായിട്ടും പീസ്ഫുള്ളായിട്ട് ഇരിക്കാനും നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു ആ ഒരു ടെൻഷൻ, പ്രഷർ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കാമായിട്ട് വീട് റീസെറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വീട് റീസെറ്റ് ചെയ്യാൻ എപ്പോഴും നമ്മൾ ഡീക്ലട്ടറിങ് ചെയ്യുക. ഓരോരോ ടാസ്കുകളായിട്ട് നമ്മുടെ സമയം അനുസരിച്ച് ഓരോരോ ടാസ്കുകളായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സെക്കൻഡ് ഡേ ആണെങ്കിൽ നമ്മൾ ബാഗ്സും എൻട്രി വേയും ചെയ്യുക, അടുത്ത ദിവസം വേറൊരു ടാസ്ക് ചെയ്യുക. ഒരു 20 മിനിറ്റ്സ് എന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്താൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യമുള്ളൂ. നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക. മോട്ടിവേഷൻ നമുക്ക് കിട്ടും, പക്ഷേ ആ ഒരു ഡിസിപ്ലിൻ സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഏത് കാര്യവും അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.